പുതിയ ജനറേഷനിലെ ആളുകൾ എസ്പെഷ്യലി ജെൻസി എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഇപ്പോൾ നല്ല സിനിമകൾ വിജയിക്കാതെ പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു മെക്കാനിസം അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിൻ്റെയും ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നൊരു സാധനം. പിന്നീട് ആ ഫണ്ട് പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അയാൾ കടന്നു വന്ന പ്രതിസന്ധിയുടെ ഒരുപാട് ഇരുട്ട രാവുകളും പകലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റിജക്ഷനുകളുടെ, തിരസ്കരിക്കപ്പെടലുകളുടെ, വേദനകളുടെ. സാർ, ഞാൻ പലപ്പോഴും സാറിനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു ചോദ്യമാണ്. അതായത് പുതിയ ജനറേഷനിലെ ആളുകൾ എസ്പെഷ്യലി ജെൻസി എന്നൊക്കെ പറയുന്ന കാറ്റഗറി, അതുപോലെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ, നമ്മുടെയൊക്കെ ജനറേഷൻ ആളുകൾ, അവർ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്തൊരു ഫണ്ടോ അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്റർ കണ്ടുപിടിച്ചിട്ടോ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. കുറേ ആൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ട്രെൻഡിൽ അല്ലേ? അപ്പോൾ എൻ്റെ സംശയം, ഇത്രയും ആളുകൾ വലിയ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് ബുക്കിൽ വായിക്കുന്നതല്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും സാറിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് ഒരു സ്പെസിഫിക് ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചലഞ്ച് ഇല്ല. കാരണം ഓരോ ആളുകളും നേരിടുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ചില ആളുകൾ ഒരു ബിസിനസ് എന്താണെന്ന് അറിയാത്ത, ഒരിക്കലും ബിസിനസ് ചെയ്തിട്ടില്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അടിമുടി അയാളുടെ മൈൻഡ് സെറ്റ് തന്നെ ഒരു വലിയ ചലഞ്ചായിരിക്കും. കാരണം ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ ആ ഒരു പാറ്റേണിൽ നിന്ന് ശീലിച്ച ഒരാളിൽ നിന്ന് ഹൈലി റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൊക്കെ മാറുമ്പോഴുള്ള ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു പാറ്റേണിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലഞ്ച്, അതൊരു വലിയ ചലഞ്ചാണ്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചലഞ്ച്, കാരണം ചിലപ്പോൾ നല്ല ഫണ്ടൊക്കെ കിട്ടി കാണും. എനിക്കറിയാവുന്ന പല സ്റ്റാർട്ടപ്പുകളും തുടങ്ങി വലിയ ഫണ്ടിങ് കിട്ടിയതിന് ശേഷം പിന്നീട് ആ ഫണ്ട് പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് ഇല്ലാത്തൊരു പ്രശ്നമാണ്, കിട്ടിയ ഫണ്ട് മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിയുടെ ഫെയിലിയർ ആയിരിക്കും. പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, ബട്ട് അതിനകത്തൊരു എക്സിക്യൂഷൻ സ്ട്രാറ്റജി, മാർക്കറ്റ് ചൂസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ബ്രാൻഡ് പൊസിഷനിങ് കീപ്പ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിൽ, അതിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ, ഇവിടെയൊക്കെ ഫെയിലിയർ സംഭവിക്കാറുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആയിട്ട് പോലും ചിലപ്പോൾ ജനങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നല്ല സിനിമകൾ വിജയിക്കാതെ പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു മെക്കാനിസം അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഫെയിലിയർ കാരണം ചിലപ്പോൾ കച്ചവടം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ ടീം, തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് നല്ല ടീമാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നൊരു സാധനം. നമ്മുടെ കൂടെ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ബിസിനസ് പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് പ്രോസസ് ബോട്ടിൽ നെക്കുകളാണ്. പ്രോസസ്സിൽ ഉണ്ടാകുന്ന കുറേ കോംപ്ലിക്കേഷൻസ്, ഈസി അല്ലാതിരിക്കുക, നമ്മൾ തന്നെ എല്ലാത്തിലും തലയിടേണ്ട സിറ്റുവേഷൻസ് വരിക, തുടങ്ങിയതൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പ്രോസസ് ലാഗിങ് വരുമ്പോൾ പലപ്പോഴും പല ബിസിനസ്സിന് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റാതെ വരും. കസ്റ്റമർക്ക് വേണ്ടത്ര എഫക്റ്റീവായിട്ട് സർവീസ് കിട്ടാതെ വരും. അതുപോലെ തന്നെ 2-3 ബ്രാഞ്ചിലേക്ക് പോകുന്ന സമയത്ത് പലയിടത്ത് പല എക്സ്പീരിയൻസുകളാവും. മാനേജ്മെൻറ്റ് അതിൻ്റെ കൺട്രോൾ പ്രോപ്പർ അല്ലാതെ വരും. അതൊരു പരാജയകാരമാണ്. പിന്നെ ഡാറ്റകളുടെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കാൻ. ഡാറ്റ എപ്പോഴും ഡിസിഷനെ ഗൈഡ് ചെയ്യുന്നതായിരിക്കണം. ഡാറ്റ ബേസ്ഡ് ആയിരിക്കണം ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ബേസിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബേസിലോ ഇമോഷണൽ ബേസിലോ ആയിരിക്കും പലപ്പോഴും ഡിസിഷൻസ് ഉണ്ടാവും. ഇതൊക്കെ പ്രശ്നമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. ബട്ട് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തൊരു കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിന് ആഴത്തിൽ പഠിക്കുന്നത് വഴി ഈവൻ ന്യൂജൻ പിള്ളേർക്കടക്കം പുതുതായിട്ട് വരുന്നവർക്ക് വരെ ബിസിനസ്സിൽ സക്സസ് ആകാൻ പറ്റും. എന്നത് പഠിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. കൺസൾട്ടൻസുമാർ അവൈലബിൾ ആണ്. മുൻപത്തെ പോലെയല്ല. നമ്മൾ പരിക്ക് പറ്റിയതിന് ശേഷം തിരിച്ച് കയറേണ്ട കാര്യമില്ല. പരിക്ക് പറ്റാതിരിക്കാനുള്ള പ്രിക്കോഷൻസും മാർക്കറ്റ് സ്റ്റഡീസും ഫീസിബിലിറ്റി സ്റ്റഡീസും എല്ലാം നടത്തിയിട്ട് നമുക്ക് വയബിൾ ആകുന്ന ബിസിനസ് മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു എൻ്റർപ്രൈസിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായൊരു സംഗതി തന്നെയാണ്. മുൻപുള്ളതിനേക്കാളും മുമ്പൊക്കെ നമുക്കറിയാം, ഒരു 80s നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ പോലെ, അല്ലെങ്കിൽ 90s സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആളുകൾ ഇങ്ങനെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക, ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ജോലി വേണം. എൻ്റർപ്രൈസിങ് എന്ന് പറയുന്നൊരു സാധനം ഒരാളുടെ മൈൻഡിൽ നിൽക്കണം. അപ്പോൾ ഇന്നത് മാറി. ഇന്ന് ജോലിക്ക് വേണ്ടി കാത്തിരിക്കാൻ, മറ്റുള്ളവന് പണിയെടുക്കുക എന്നതിനും അപ്പുറത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഗവൺമെൻറ് ജോലി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കാത്തിരിക്കുന്നതിനപ്പുറത്ത് അതൊന്നൊരു അട്രാക്റ്റീവ് അല്ലാതായി മാറി. കാരണം ഗവൺമെൻറ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അപ്പർ ക്ലാസ് ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഫെറാറി വാങ്ങണമെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലി ഒരിക്കലും പറ്റില്ലെന്നേക്കാനും അയാൾക്കൊരു മിഡിൽ ക്ലാസ് വാഹനവും അത് വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസിങ് ആയിട്ടുള്ള ലൈഫും തന്നെയായിരിക്കും അയാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് കുറച്ചും കൂടെ പ്രൈവറ്റ് സെക്ടറിൽ, അതല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അതിലൂടെ കാണുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റ് ഇന്ന് ക്വാളിറ്റി ലൈഫ് അല്ലെങ്കിൽ ആസ്പിറേഷൻസ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ഒഴുക്കിൽ തീർച്ചയായിട്ടും ആളുകൾ വലിയ വലിയ കാർ ഓടിക്കുന്നതും ഒരു ഹീറോയിക് ആയിട്ടുള്ള
മോഡിലുള്ള പാട്ടും സീനൊക്കെ ഇട്ടിട്ട് ഇവിടെ നടന്നു വരുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഫെറാറി കാറുകളും അല്ലെങ്കിൽ വലിയ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളും ഡ്രസ്സിനൊക്കെ അപ്പുറത്തെ അയാൾ കടന്നു വന്ന പ്രതിസന്ധിയുടെ ഒരുപാട് ഇരുട്ട രാവുകളും പകലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റിജക്ഷനുകളുടെ, തിരസ്കരിക്കപ്പെടലുകളുടെ, വേദനകളുടെ, ഒറ്റപ്പെട്ടു പോയതിന്റെ, ആരുമില്ലായ്മയുടെ കുറെ സങ്കടക്കടലുകൾ നീന്തി കടന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ മനോഹരമായിട്ടുള്ള ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ബിസിനസ്സിലേക്ക് ഇറങ്ങും ഇപ്പൊ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലൊക്കെ കണ്ട് ഈ ഒരു ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാനിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് അതിന് മുൻപ് ഇങ്ങനെയുള്ള കുറെ ചലഞ്ചസ്, ഹാർഡിൽസും കൂടെ അപ്പുറത്തുണ്ട്. അത് ഓവർകം ചെയ്യാനുള്ള മെന്റാലിറ്റിയും അതിന് ആവശ്യമായിട്ടുള്ള മെന്റൽ ടഫ്നെസ്സും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ്. കാരണം ബിസിനസ് എപ്പോഴും നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര ബ്രൈറ്റ് ഫ്യൂച്ചറാണ്, ഗ്രോത്ത് ഒരുപാടുണ്ടെങ്കിൽ പോലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു സാധനമാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്താണെന്ന് അറിയില്ല, എന്ത് കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കസ്റ്റമർ പേയ്മെന്റ് തന്നുകൊള്ളുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലോജിസ്റ്റിക് സാധനങ്ങൾ വന്നുകൊള്ളുന്നില്ല. അപ്പോൾ അൺസർട്ടനിറ്റി എപ്പോഴും ഒരു ബിസിനസ്സിൽ അടങ്ങിയിട്ടുണ്ട്. ആ അൺസർട്ടനിറ്റി ഭയങ്കര രസകരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും ആ അൺസർട്ടനിറ്റി ഭയങ്കര രസകരമായിട്ട് എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ അൺസർട്ടനിറ്റി ഓവർകം ചെയ്യുന്നതൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് ഈസ് യുവർ കപ്പ് ഓഫ് ടീ. അതല്ല നിങ്ങൾക്കൊരു ഒരുപാട് അങ്ങനെ ഇതൊന്നും വേണ്ട, എനിക്ക് ഭയങ്കര കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് ജീവിക്കണം, ആസ്വദിക്കണം, റിസ്ക് ഫ്രീ ആയിരിക്കണം, എനിക്കൊരു ടൈം കഴിഞ്ഞാൽ എനിക്ക് പാട്ട് കേട്ടിരിക്കണം, എനിക്കിങ്ങനെ വൈകുന്നേരം നടക്കാൻ പോകണം, അങ്ങനെയുള്ളൊരു ഒരു പ്രീ സെറ്റ് പ്ലാനിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ബെറ്റർ യു പ്രിഫർ സം കംഫർട്ടബിൾ ജോബ്സ്. കാരണം ജോലിക്ക് ആൾ വേണമല്ലോ, എല്ലാവർക്കും പറ്റിയതല്ല. അപ്പൊ എന്നാൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ 16 മണിക്കൂർ നമ്മൾ പണിയെടുക്കേണ്ടി വരും, 18 മണിക്കൂർ പണിയെടുക്കേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. പലപ്പോഴും എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ കുറേ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് 3-4 ദിവസം അടുപ്പിച്ച് ഫ്ലൈറ്റിൽ മാത്രം ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് സുഖകരമായൊരു സാഹചര്യമൊന്നുമല്ല, പ്രത്യേകിച്ചും ഈ ബഡ്ജറ്റ് ഫ്ലൈറ്റിലൊക്കെ ഉറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീറ്റിങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞാൽ ഈ പ്രോഗ്രാംസും മറ്റോ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിൻ്റെ യാത്രകൾ കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം രാത്രി വീണ്ടും കയറുന്ന മറ്റൊരു രാജ്യത്തേക്കായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രോപ്പർ ഉറക്കമൊന്നും കിട്ടാത്ത രീതിയിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഹാർഡിൽസും ചലഞ്ചസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് ഒരു സ്പിരിറ്റോട് കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ 4-5 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ, വീണ്ടും രാവിലെ എണീറ്റ് ഓടേണ്ടി വരും. ഇതൊക്കെ ഒരു രസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് എൻ്റർ ബിസിനസ്. പലപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ബിസിനസ് ചെറുപ്പക്കാർ ഇറങ്ങുമ്പോഴുള്ള മേജർ ചലഞ്ചസ് എന്താണ്? ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനം, പല ആളുകളുടെ ഉള്ളിലും ഈ പറയുന്ന ഒരു മെൻ്റൽ ടഫ്നെസ് ഉണ്ടല്ലോ, അതായത് സക്സസ് എത്തുന്നത് വരെ അത് പിടിച്ചു നിൽക്കാനുള്ള, വളരെ സ്ട്രോങ് ആയിട്ട് ഈ പ്രതിസന്ധികളൊക്കെ ഓവർകം ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മെൻ്റൽ ടഫ്നെസ് ഇല്ലാത്തതായിട്ടാണ് പല ആളുകളുടെയും ചലഞ്ചായിട്ട് തോന്നില്ല. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അവർ ഓവർകം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു റെസിലിയൻസ്, തീർച്ചയായിട്ടും റെസിലിയൻസ് അല്ലെങ്കിൽ ആ ഒരു പെർസിസ്റ്റൻസ്, കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള സാധനം അതുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ബിസിനസ്സിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. എത്രയൊക്കെ പ്ലാൻഡ് ആണെങ്കിലും എത്രയൊക്കെ കാൽക്കുലേറ്റഡ് ആണെങ്കിലും ശരി, അതിനകത്ത് കുറെ ചലഞ്ചസുകൾ വരും, അതിനകത്ത് കുറെ റിസ്കുകൾ വരും.